നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. AC ജോസ് വിടവാങ്ങി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ സ്പീക്കറുമായ AC ജോസ് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ 3 മണിയോടെ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ സജീവമായ AC ജോസ് പിന്നീട് മുകുന്ദപുരം, ഇടുക്കി, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പറവൂരിൽ നിന്ന് MLA ആയി. നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ കാസ്റ്റിംഗ് വോട്ട് വിനിയോഗിച്ച സ്പീക്കർ AC ജോസ് ആയിരുന്നു. KSU പ്രസിഡന്റായും KPCC വൈസ് പ്രസിഡന്റായും തിളങ്ങിയ ജോസ് UN പൊതുസഭയിലെ ഇന്ത്യൻ പ്രതിനിധിയായും ശ്രദ്ധേയനായി. കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിന്റെ പത്രാധിപരാണ്. സംസ്കാരം ചൊവ്വാഴ്ച ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ. ജാമ്യത്തിൽ രക്ഷ തേടി. കതിരൂർ മനോജ് വധക്കേസിൽ പ്രതിചേർക്കപ്പെട്ട CPM നേതാവ് P. ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി കോടതി ഇന്ന് പരിഗണിക്കും. CBI നീക്കത്തിനു പിന്നിൽ കോൺഗ്രസ് RSS ഗൂഢാലോചനയെന്ന് CPM. പാർട്ടി നിലപാടിന് പിന്തുണയുമായി VS അച്യുതാനന്ദൻ. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനം. BJP അജണ്ട നടപ്പാക്കുന്ന CBIയുടേത് യജമാനന് പ്രീതിപ്പെടുത്തുന്ന നീക്കമെന്ന് MV ജയരാജൻ. കൂട്ടിലടച്ച തത്തയല്ല, ചങ്ങലക്കിട്ട പട്ടിയാണ് CBI എന്നും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം. TB വധക്കേസിൽ ഔദ്യോഗിക നേതൃത്വത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച VS കതിരൂർ കേസിൽ പാർട്ടിക്കൊപ്പം. ലാവ്ലിനിൽ പ്രതിരോധത്തിലാകുന്ന CPMന് കതിരൂർ വിഷയത്തിലെ VSന്റെ മയമുള്ള സമീപനം ആശ്വാസം. ഭീഷണിയുടെ മുൾമുനയിൽ. IS ബന്ധം സംശയിക്കപ്പെട്ട് ഇന്നലെ 5 സംസ്ഥാനങ്ങളിൽ നിന്നായി 14 പേർ അറസ്റ്റിലായതിനു പിന്നാലെ ഇന്ന് ഒരാൾ കൂടി കസ്റ്റഡിയിൽ. ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ നിന്ന് പിടിയിലായ യുവാവിന്റെ ഭീകരബന്ധം സംബന്ധിച്ച് ചോദ്യം ചെയ്യൽ തുടരുന്നു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനയ്ക്കിടെ കഴിഞ്ഞ ദിവസം 14 പേർ പിടിയിലായത് കർണാടക, തെലങ്കാന, ആന്ധ്ര, മധ്യപ്രദേശ്, UP എന്നിവിടങ്ങളിൽ നിന്ന്. കൂടുതൽ ഭീകരർ രാജ്യത്തേക്ക് കടന്നതായുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ തുടർന്ന് പ്രധാന നഗരങ്ങളിൽ അതിജാഗ്രത. പത്താൻകോട്ട് നിന്ന് സവാരി പോയ ടാക്സി കാറിന്റെ ഡ്രൈവറെ ഹിമാചലിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സംബന്ധിച്ച് വിശദ അന്വേഷണം. ടാക്സി വിളിച്ച 3 പേരെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി. റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസോ ഒലോന്ത് ഡൽഹിയിലെത്തുന്നത് നാളെ. പ്രസിഡന്റിന്റെ ഇന്ത്യൻ സന്ദർശനം ഒഴിവാക്കണമെന്ന ഭീകര സംഘടനകളുടെ ഭീഷണി വകവയ്ക്കാതെ ഫ്രാൻസ്. രാജ്യ തലസ്ഥാനം കനത്ത സുരക്ഷയിൽ. കൊച്ചിയുടെ ട്രാക്കിൽ മെട്രോയുടെ പൂക്കാലം. പുതുപ്പിന്റെ കാത്തിരിപ്പ് തീരാൻ അല്പനേരം കൂടി. കൊച്ചി മെട്രോയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങുകൾക്ക് ആലുവ മുട്ടംയാർഡിൽ തുടക്കം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന മെട്രോയുടെ പരീക്ഷണ ഓട്ടം 900 മീറ്റർ ട്രാക്കിൽ മണിക്കൂറിൽ 5 കിലോമീറ്റർ വേഗതയിൽ. പരീക്ഷണ ഓട്ടത്തിനായി KMRL തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കിയ മെട്രോ ട്രെയിനിന്റെ പൂർണ്ണരൂപം. പുറംവശത്തെ കോച്ചുകളിൽ കേരളീയ ഭംഗി ചിത്രീകരിക്കുന്ന ഗ്രാഫിക്സ്. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ അനൂപ് ജേക്കബ്, ഇബ്രാഹിം കുഞ്ഞ്, K. ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സ്റ്റേഷനുകളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി ഈ വർഷം അവസാനത്തോടെ മെട്രോ സർവീസ് തുടങ്ങാനാവുമെന്ന പ്രതീക്ഷയിൽ KMRL. തീരാത്ത യാത്രയിൽ നായകർ. സുധീരനും പിണറായിക്കും കുമ്മനത്തിനു പിന്നാലെ കുഞ്ഞാലിക്കുട്ടിയുടെ കേരള യാത്രയ്ക്ക് നാളെ തുടക്കം. കാസർകോട്ടെ ഹൊസങ്കടിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന യാത്രയുടെ മുദ്രാവാക്യം സൌഹൃദം, സമത്വം, സമന്വയം. ലീഗിന് പുറമെ അടുത്ത കേരള യാത്രയ്ക്കൊരുങ്ങി CPI. 27-ന് ഹൊസങ്കടിയിൽ നിന്നു തന്നെ ആരംഭിക്കുന്ന ജാഥ നയിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.